വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റിവ്യൂ ആണ് കേട്ടോ. റിവ്യൂ മീൻസ് ഞാൻ 2 പ്രൊഡക്ട്സ് കാണിക്കും. ആ 2 പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി നമുക്കിപ്പോൾ ലൈവായിട്ട് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ 2 മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ, മേക്കപ്പ് ഫിക്സറാണ്. അപ്പോൾ നമുക്ക് ഈ 2 ഒന്ന് സ്വിസ് ബ്യൂട്ടിയുടെയും മറ്റൊന്ന് ഫേസസ് കാനഡയുടെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് രണ്ടും എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നതെന്നുള്ള ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏതാണ് ഇതിൽ ബെറ്റർ എന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ ഫേസിലല്ല ചെയ്ത് കാണിക്കുന്നത്, ഇത് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹാൻഡിലാണ് കേട്ടോ. ഒരു ചെറിയൊരു ഭാഗത്ത് മേക്കപ്പ് ചെയ്തിട്ട് കുറച്ച് ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കൊക്കെ വെച്ച് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇത്രയും ഭാഗത്ത് ഞാൻ കൺസീലറും മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു ഫൗണ്ടേഷൻ പോലെ കോട്ടിങ് ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ പൊതുവേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടെ ഞാൻ മെബിലിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ഐലൈനറും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പോർഷൻസ്, ഇത്രയൊരു പോർഷൻസ് ഇത് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ പോലെ കോട്ടിങ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെയും ഇവിടെ നമുക്ക് ഫേസസ് കാനഡയുടെയും യൂസ് ചെയ്യാം. ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ, ഒന്ന് പിടിക്കട്ടെ. സോ എന്തായാലും അത് നമുക്കൊന്ന് പിടിക്കട്ടെ. കയ്യിലൊക്കെ കാണാമല്ലോ, ഇങ്ങനെ ചെരിഞ്ഞായിപ്പോയി ഞാനിട്ടപ്പോൾ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മറ്റച്ചോണം കാണിക്കേണ്ടായിരുന്നു തോന്നുന്നു, ഇങ്ങനത്തെ നേരത്തെ കാണിച്ച പോലെ. സോ ഞാനിപ്പോൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയി ആ മേക്കപ്പ് ഒന്ന് ചെയ്തൊന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം കേട്ടോ. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇവിടെ പട്ടാമ്പി നല്ല മഴയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഇച്ചിരി മഴയ്ക്കൊരു കുറവുണ്ട്. രാവിലെ ചെറുതായി തുള്ളി പോയിട്ടേ ഉള്ളൂ. ഇപ്പം ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഇങ്ങനെ പക്ഷെ മൂടിക്കെട്ടിയിട്ടാണ്. നമുക്ക് ഈ മഴക്കാലമൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഡ്രസ്സ് ഉണങ്ങാനായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഡ്രസ്സ് എങ്ങാനും ഉണക്കാൻ കൊണ്ടുപോയിട്ട് അപ്പം മഴ പെയ്യും, അതങ്ങ് എടുത്ത് കൊടുത്താൽ അപ്പോൾ വെയിലായിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഇന്ന് മഴയ്ക്കൊരു ഇച്ചിരി കുറവുണ്ട് കേട്ടോ. അവിടെയൊക്കെ എങ്ങനെയാണ്, മഴ ഉണ്ടോ? പിന്നെന്താ, നമുക്കിത് ഉണങ്ങാൻ വരെ വെയിറ്റ് ചെയ്തിരിക്കാം. ഇത് ഇപ്പോൾ ഉണങ്ങാൻ ഫൗണ്ടേഷനൊക്കെ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കും ഐലൈനറും ഞാൻ കുറച്ച് കട്ടി തന്നെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതൊക്കെ കുറച്ച് ഉണങ്ങാൻ ടൈം എടുക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇനി നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ലിപ്സ്റ്റിക്ക് കുറച്ച് സ്റ്റിക്കിയാണ് ഇപ്പോഴും, നമുക്ക് നോക്കാം എന്തായാലും. സോ ആദ്യം നമുക്ക് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്ന് അടിച്ചു നോക്കാം കേട്ടോ.
ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫേസസ് കാനഡയുടെ ഈ ഒരു ഫിക്സർ നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവട്ടെ കേട്ടോ. ഒലിച്ച് ഇറങ്ങുന്നുണ്ട് കയ്യിലുമേ ആയതുകൊണ്ട് തന്നെ. അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു ഫേസിലും ഈ ഒരു ഫേസ് ഭാഗത്തും കൂടെ കുറച്ച് കാണിച്ചു തരാമെന്ന്. അപ്പം നമുക്ക് ഇവിടുത്തെ കയ്യുമത്തെ ഒന്ന് ഡ്രൈ ആവട്ടെ. അപ്പം അതുവരെ നമുക്ക് ഫേസിലൊന്ന് ഞാൻ ചെറുതായി കാണിക്കാം. ഞാൻ ആദ്യം കാണിക്കണ്ട, ഫേസിൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ഫേസിലും കൂടെ ഒന്ന് കാണിക്കുന്നതായിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് കവിളത്ത് മാത്രം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഈ ഒരു സൈഡിലും ജസ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ വെച്ച് തേമ്പിച്ചിട്ടു. അപ്പം ഞാൻ ഈ ഒരു സൈഡിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ച് നോക്കാം. സോ നമ്മൾ രണ്ട് ഭാഗത്തും രണ്ട് കവിളിൻ്റെ ഈ രണ്ട് സൈഡിലും ഞാൻ ഫൗണ്ടേഷൻ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു നോക്കാം കേട്ടോ. എനിക്കിതൊക്കെ ഇങ്ങനെ വേസ്റ്റായി പോകുമ്പോൾ വിഷമോട്ടെ, സാരില്ല, നോക്കാം. സോ നമ്മൾ ഈ ഭാഗത്ത് സ്വിസ് ബ്യൂട്ടിയുടെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫേസസ് കാനഡയുടെ സെറ്റിംഗ് സ്പ്രേ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് അടിച്ചു നോക്കാം കേട്ടോ. എനിക്ക് എപ്പോഴും സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, കണ്ണിലൊക്കെ ആവുമെന്ന്. സോ നമ്മളിവിടെ ഫേസസ് കാനഡയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മറക്കാറാ പതിവ്. എല്ലാ പ്രാവശ്യവും ഞാൻ മറക്കും. ഇത് ആകെ ഒരു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല സംഭവം. ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പം നമ്മുടെ കയ്യുമ്പോൾ നമ്മൾ അടിച്ചു വെക്കിയിട്ടുണ്ടല്ലോ, അതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. സോ നമുക്ക് എൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ അധികം ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഒരൊറ്റ ടിഷ്യൂ പേപ്പറാണുള്ളത്. അപ്പം ഞാനത് രണ്ടായിട്ടൊന്ന് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ അധികം ടിഷ്യൂ പേപ്പർ ഇല്ല. ഞാനതിൻ്റെ നാളായി കീറി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഈ ഒരു ഹാൻഡിൽ. ഇത് സ്വിസ് ബ്യൂട്ടിയും ഇത് ഫേസസ് കാനഡയാണ് കേട്ടോ. ചെറുതായിട്ടൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്, കാണാണ്ടോ. ഈ ഫേസസ് കാനഡ നോക്കാം. ഫേസസ് കാനഡയുടെ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്നൊക്കെ അറിയില്ല. അതാണ്ടോ ഫൗണ്ടേഷനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ മറ്റേത് ലിപ്സ്റ്റിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ചെറുതായി കണ്ടോ, ലിപ്സ്റ്റിക്കും ചെറിയൊരു ഷെയ്ഡിൽ മാത്രമേ ലിപ്സ്റ്റിക്ക് പോയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷനും പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ലിപ്സ്റ്റിക്കിൻ്റെ ഐലൈനറിലും ചെറിയൊരു പോർഷൻ മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടെ ഫൗണ്ടേഷൻ കൂടെ പോയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഞാൻ ഫേസിൽ കാണിച്ചു തരാം. പിന്നെ ഞാനിത് കയ്യിൽ തേക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കയ്യിൽ ഇത് പോന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് 4ആയിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിനെ കീറി മുറിച്ചിട്ടോ. കാരണം എൻ്റെ ടിഷ്യൂ പേപ്പർ അവിടെ റൂമിലാണുള്ളത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കൊടുത്തു എന്നാണ് എൻ്റെ ധാരണ. പക്ഷെ ഞാൻ ബാഗ് ചെക്ക് ചെയ്തപ്പോൾ അതിലില്ലായിരുന്നു. സോ നമുക്ക് ഈ 2 എണ്ണം വെച്ചിട്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം സ്വിസ് ബ്യൂട്ടിയിൽ അടിച്ച ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാൻ നേരത്തെ എനിക്കൊരു വിഡിത്തം പറ്റിയ ഞാൻ ഒരേ ടിഷ്യൂ പേപ്പറിൽ തന്നെ അപ്പുറം ഇപ്പുറമാണ് യൂസ് ചെയ്തത്. അപ്പം ഹാൻഡിൽ നോക്കിയത് അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണില്ല എങ്ങനെയാണ് എന്താണ്. അപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ ഇപ്പം ഒരു പീസ് ഈ ഒരു ഭാഗത്തും ഒരു പീസ് ഈ ഭാഗത്തും വെക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ഈ ഒരു പീസ് കാണാനല്ലേ, നമുക്ക് നോക്കാം. ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ നോക്കാം. ഇത് ഞാൻ വേറെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. മറ്റേ ടിഷ്യൂ പേപ്പർ ഇതാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പോന്നിട്ടുണ്ട് ഫേസസ് കാനഡയുടെ. അപ്പോൾ തമ്മിലിപ്പോൾ ഭേദം എനിക്ക് തോന്നുന്നു സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. കണ്ടോ, ഇത് സ്വിസ് ബ്യൂട്ടി, ഇത് ഫേസസ് കാനഡയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫേസസ് കാനഡയിൽ കുറച്ചും കൂടെ കൂടുതൽ സംഭവം ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് കുറവാണ്. എന്നാലും പോകുന്നുണ്ട് രണ്ടും. നമുക്ക് നല്ലോണം തുടച്ച് നോക്കാം. ഇതന്നെയാണ് കേട്ടോ ഫാർ ബെറ്റർ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഫിക്സർ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് നല്ല പോകുന്നുണ്ട്. കണ്ടോ, രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് തുടച്ച് നോക്കാം. അയ്യോ കൂറിപ്പോയി. ഇതാണ് കൂടുതൽ. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇതിൽ കൂടുതലുണ്ട് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഈ 2 എണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് 300ൻ്റെ ഉള്ളിലാണ് കേട്ടോ. എത്രയെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 300ൻ്റെ ഉള്ളിലാണ്. കാരണം ഞാൻ 300ന് പുറത്തുള്ള സാധനമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അതായത് മേക്കപ്പ് ഫിക്സറിന് വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള 2 എണ്ണമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 300ൻ്റെ ഉള്ളിലാണ് എന്തായാലും. ആമസോണിലാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് രണ്ടിൽ തമ്മിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ശകലം ഒരു 0.5 അല്ലെങ്കിൽ 5 ഒക്കെ കൂടുതൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സറാണ് കേട്ടോ. ഫേസസ് കാനഡയുടെ കുറച്ച് കുറവാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പം തമ്മിൽ ബെറ്റർ സ്വിസ് ബ്യൂട്ടിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഈ 2 നല്ലൊരു അഫോർഡബിൾ പ്രൈസിന് മേക്കപ്പ് ഫിക്സർ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് സ്വിസ് ബ്യൂട്ടി ഫേസസ് കാനഡയുടെയും ഈ 2 എണ്ണം യൂസ് ചെയ്യാം. 300നുള്ളിലേ ഉള്ളൂ. കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ആ പ്രൈസിൽ ബെറ്ററായിട്ട് തോന്നിയത് സ്വിസ് ബ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 1K ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗിവ് അവേ ഒക്കെ നോക്കാം കേട്ടോ. നോക്കാം, അതിന് 1K ആവട്ടെ വേഗം. അപ്പോൾ വേഗം 1K ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഗിവ് അവേ ഒക്കെ നോക്കാം. ഇപ്പോൾ എല്ലാവരും ഗിവ് അവേ ഒക്കെയാണല്ലോ നോക്കുന്നത്. അപ്പോൾ നമുക്കും ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ബൈ, സീ യു.